വെൽക്കം ബാക്ക് ടു മൈ മെൻ്റൽ ഹെൽത്ത് സീരീസ്. ഞാനപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പെരിനേറ്റൽ ടൈം പീരിയഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പ്രഗ്നൻ്റ് ആവണ ഒരു സമയം തൊട്ട്, ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം പ്രഗ്നൻസി, ആ ഒരു 9 months, പ്രഗ്നൻസിയുടെ ഒരു 9 months, പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, നമ്മളൊരു അമ്മയായതിനു ശേഷമുള്ള ഫസ്റ്റ് 1 year, ഇത്രയാണ് ഈ പെരിനേറ്റൽ ടൈം പീരിയഡ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയം, ഡെലിവറിക്ക് ശേഷമുള്ള ഒരു കൊല്ലം. ഈ സമയത്ത് വരുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ വരുന്ന സ്ട്രഗിൾസിനൊക്കെയാണ് ഈ പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുണ്ടല്ലോ ഒരു 22% എന്ന് പറയും, അതായത് 4-1 അല്ലെങ്കിൽ 5-1 അമ്മമാർക്ക് ഈ പെരിനേറ്റൽ ടൈം പീരിയഡിൽ എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എവിഡൻസ്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണത് വെച്ചിട്ടാണ്, റിപ്പോർട്ട് ചെയ്യാത്തത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ അറൌണ്ട് 22% ആണ് നമ്മൾ പറയണത്. ഇനി അതിൽ നമുക്ക് ഡിപ്രഷൻ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 35% വരെ ഉണ്ടെന്ന് പറയും. ആങ്സൈറ്റി ഒക്കെ അറൌണ്ട് 55% അമ്മമാർക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറേ കൂടി പറഞ്ഞ പോലെ നമ്മൾ കുറേ കൂടി ഇപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കേണ്ട ആൾക്കാർ കുറേ കൂടി ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് വരുന്നുണ്ട്. അപ്പോൾ കുറേ കൂടി റിപ്പോർട്ട് ചെയ്യും, കുറേ കൂടി നമുക്ക് അറിയണുണ്ട്, ഓക്കെ, ഇത്രയും ആൾക്കാർ സ്ട്രഗിൾ ചെയ്യണുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പെരിനേറ്റൽ ടൈം പീരിയഡിൽ നമ്മൾ കുറേ കൂടി സൂക്ഷിക്കേണ്ടതും നമ്മൾ കുറേ കൂടി ആ ഒരു ടൈം പീരീഡിന് മാത്രം നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു കൈൻഡ് ഓഫ് കാറ്റഗറി ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് വെച്ചാൽ, ഈ സമയത്ത് അമ്മമാരുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബയോളജിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്, ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ കുറേ റിലീസ് ആവുന്നുണ്ട് പ്രഗ്നൻസി ടൈം പീരീഡിൽ. ഡെലിവറി കഴിഞ്ഞാൽ അത് ലെവൽ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ അത് നമ്മുടെ മൂഡിനെയും എഫക്റ്റ് ചെയ്യും, നമ്മുടെ ബ്രെയിനിനെയും എഫക്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറയാനുള്ള പാത്വേസിനൊക്കെ എഫക്ട് ചെയ്തിട്ട് ഈ സിംറ്റംസ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ, ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വേറെ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ജനറ്റിക് ഡിസ്പോസിഷൻ. ഒബ്വിയസ്ലി ജനറ്റിക്സ് ഒരു വലിയ ഫാക്ടറാണല്ലോ ഇതിൽ. അപ്പോൾ നമ്മൾ ജനറ്റിക്സ് വഴി ഒരു കൂടുതൽ പ്രോൺ ആണെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിൽ വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണെന്ന് പറയും. പ്രഗ്നൻസി മാത്രമല്ല, ആഫ്റ്റർ ഡെലിവറി ടൈമിൽ വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണെന്ന് പറയും. പിന്നെ നമുക്ക് ഇതിന് മുമ്പ് ഡിപ്രഷൻ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ സൈക്കോസിസ് നമുക്ക് അതിന് മുമ്പുള്ള ടൈം പീരീഡിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിലും പോസ്റ്റ് പ്രഗ്നൻസിയിലും അത് റിലാപ്സ് വരാൻ അല്ലെങ്കിൽ ഒന്നും കൂടി വീണ്ടും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ബ്രീഫ്ലി ബയോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കുറേയുണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് കുറേയുണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ, ഇതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു സൈക്കോളജിക്കലി വെരീഡ് ആവാൻ നമ്മൾ വളരെയധികം പ്രോൺ ആണ്. പിന്നെ നമ്മൾ പറയാൻ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ കോപ്പിംഗ് സ്കിൽസ് ഒക്കെ ഈ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി അതൊരു വലിയ ചേഞ്ചാണ് അമ്മമാരുടെ ലൈഫിൽ. ഫുൾ ഫാമിലിക്ക് ഒരു ചേഞ്ചാണ്, ബട്ട് അമ്മമാരുടെ ലൈഫിൽ മെയിൻലി അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ ചേഞ്ചിനോട് നമുക്ക് കോപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്കിൽസ് നമ്മുടെ എഫിഷ്യൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഫൻസ് മെക്കാനിസംസ് ഒന്നും അത്ര പ്രോപ്പർ എഫിഷ്യൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ കൂടുതൽ പ്രോൺ ആണ് ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ വരാൻ, സൈക്കോസിസ് വരാനും. അപ്പോൾ ബ്രീഫ്ലി ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ. സോഷ്യൽ ഫാക്ടേഴ്സ് ആസ് യൂഷ്വൽ ഒരു വലിയ ഇമ്പാക്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, കല്യാണത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ യങ് ഏജിലുള്ള മാരേജ്, അറൌണ്ട് 18-19 ഒക്കെ ആകുമ്പോൾ മാരീഡ് ആവാം. വെൻ യു ആർ നോട്ട് പ്രിപ്പയർഡ്, നമ്മൾ മെന്റലി പ്രിപ്പയർഡ് അല്ല മാരീഡ് ആവാൻ, പക്ഷേ സൊസൈറ്റൽ പ്രഷർ കാരണം മാരീഡ് ആവാം. അതുപോലെ മാരേജിന്റെ സമയത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഡൗറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫാമിലിയിൽ ആ ഒരു കൈൻഡ് ഓഫ് ആ ഒരു ടർബുലൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ ഡൗറിയുടെ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടുള്ള ഒരു ബോണ്ടിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇൻലോസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ മാരീഡ് ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മളൊരു അമ്മയാവാൻ റെഡി ആയിരുന്നില്ല, അൺപ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു, നമ്മൾ മെന്റലി പ്രിപ്പയർഡ് അല്ല, ബട്ട് വി ആർ കൈൻഡ് ഓഫ് ക്യാരിങ് ഫോർവേഡ് വിത്ത് ഇറ്റ്. അങ്ങനത്തെ അമ്മമാർക്ക് ആ ഒരു അത് സൈക്കോളജിക്കലിയും ഒരു എഫക്റ്റ് ഉണ്ടാക്കും, സോഷ്യലിയും അതൊരു എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അതൊരു ഇഷ്യൂ ആവാം. പിന്നെ എല്ലാവരും മാരീഡ് കഴിയുമ്പോൾ ഒരു എന്താ പറയുക, അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ എവിടേക്കോ അതൊരു പ്രെവലൻറ്റുമാണ്. അമ്മയാവാനുള്ളൊരു പ്രഷർ, പിന്നെ മെയിൽ ചൈൽഡ് ഉണ്ടാവാനുള്ളൊരു പ്രഷർ. ഇതൊക്കെ പ്രഗ്നൻസി ടൈമിൽ ഇതൊക്കെ ആലോചിച്ച് നമുക്ക് ഇപ്പോൾ കുറേ പേർക്ക് ഇതൊന്നും റിലേറ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല, ബട്ട് ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്സ്. നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്സ്. അപ്പോൾ ആ ഒരു മെയിൽ ചൈൽഡ് ഉണ്ടാവാനുള്ളൊരു പ്രഷർ, അതൊക്കെ ഒരു സോഷ്യൽ ഫാക്ടേഴ്സിൽ നമുക്ക് പറയാൻ പറ്റും.
പിന്നെ ജനറലി പറയുകയാണെങ്കിൽ ഒരു പ്രൈമറി റോൾ ഓഫ് ബീയിങ് എ ഫീമെയിൽ ഓർ ബീയിങ് എ വുമൻ ഇസ് ആ ഒരു ചൈൽഡ് ബെയറിങ്, ആ ഒരു കുട്ടികളെ വളർത്തേണ്ടതാണ് ഒരു പ്രൈമറി റോൾ എന്നുള്ളൊരു പ്രഷർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇറ്റ് ഇൻക്രീസസ് ദ ചാൻസസ് ലൈക്ക് നമുക്ക് ആങ്ഷ്യസ് ആവാനും നമുക്ക് ഡിപ്രസ്ഡ് ആവാനും ആ ഒരു പ്രഷർ കാരണമൊക്കെ. അതും ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കലും സോഷ്യലും ആസ്പെക്ട് ഉണ്ട് അതിന്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി നമ്മൾ കോസസ് നോക്കുകയാണെങ്കിൽ പറയാം ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ. ഇനി എന്താണ് ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, എന്തൊക്കെയാണ് കാണുന്നത് ലൈക്ക് പെരിനേറ്റൽ പീരീഡിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ആസ് യൂഷ്വൽ ICD-11 ക്രൈറ്റീരിയ, അത് WHO ഒരു ക്രൈറ്റീരിയയാണ് ICD-11. അതിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രഗ്നൻസി ഓഫ് പ്യൂപ്പേറിയം ടൈമിൽ രണ്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസ് വരുന്ന മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. അടുത്തതിൽ വരുന്നത് വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ആണ്. അപ്പോൾ സൈക്കോട്ടിക് സിംറ്റംസ് പറഞ്ഞാൽ അതിലാണ് നമ്മൾ ചിത്തഭ്രമം എന്ന് പറയുന്നത്, ലൈക്ക് പ്രോപ്പർ സൈക്കോസിസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാം. അപ്പോൾ വിത്തൗട്ട് സൈക്കോസിസിൽ വരുന്നതാണ് ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCD എന്നുള്ളതൊക്കെയാണ് കോമൺലി കാണുന്നത്. പിന്നെയാണ് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്കപ്പോൾ നമ്മൾ ലൈക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വിച്ച് നീഡ്സ് ഇൻ്റർവെൻഷൻസ്, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള സംഭവങ്ങളാണ്. പക്ഷേ 80% അമ്മമാർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ ഉടനെ ഏതൊരു അമ്മയ്ക്കും അവർക്ക് ഭയങ്കരമായിട്ട് ലോ ആയിട്ട് ഫീൽ ചെയ്യാണ്, അവർക്ക് ഭയങ്കരമായിട്ട് കുട്ടിയായിട്ടൊരു ബോണ്ട് ഉണ്ടാവാനുള്ള ഒരു ചാൻസ്, ഭയങ്കര ബോണ്ട് ഉണ്ടാവാത്തത് പോലെ തോന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്ന് പറയില്ല. ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന സംഭവമാണ് ഈ ബേബി ബ്ലൂസ്. അപ്പോൾ ബേബി ബ്ലൂസിനെ കുറിച്ച് ഈ വീഡിയോയിൽ കുറച്ച് സംസാരിച്ചിട്ട് ബാക്കിയുള്ളതിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞാൽ അത് ഡെലിവറിക്ക് ശേഷം കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡെലിവറി നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഈ ബയോളജിക്കലി നമ്മുടെ ഹോർമോൺസ് പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ഒക്കെ ഭയങ്കരമായിട്ട് അതിൻ്റെ ലെവൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന മൂഡ് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ സൈക്കോളജിക്കലി ഒരു വലിയ ചേഞ്ചാണ് വരാൻ പോണത് നമ്മുടെ ലൈഫിൽ. ലൈക്ക് അതുവരെ നമ്മൾ ഉണ്ടായിരുന്ന നമ്മുടെ ലൈഫ് അല്ല പോസ്റ്റ് ഡെലിവറി ഉണ്ടാകാൻ പോണത്. ഒരു പുതിയ മെമ്പർ വരാണ് നമ്മുടെ ഫാമിലിയിൽ. അതുപോലെ ഒരു അമ്മമാർക്ക് മാത്രമല്ല, ഈവൻ അച്ഛന്മാർക്ക്, ബട്ട് കൂടുതലും അമ്മമാരുടെ സ്ലീപ്പ് സൈക്കിൾ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവാൻ പോവാണ് അല്ലേ. അതുവരെ പ്രഗ്നൻസിയുടെ ഒരു ലാസ്റ്റ് ഫ്യൂ വീക്സ് നമുക്ക് ഉറക്കം എല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് അത്ര സ്മൂത്ത് സ്ലീപ്പൊന്നും ആയിരിക്കില്ല. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ ഡെലിവറി ആ സ്ലീപ്പിൽ വരാൻ പോകുന്ന ചേഞ്ചസ് ഡ്രാസ്റ്റിക് ആയിരിക്കും. നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ഭയങ്കരമായിട്ട് അട്ടിമറിയും. പിന്നെ എപ്പോഴും നമ്മുടെ കൂടെ ഒരു പുതിയ മെമ്പർ ഉണ്ടാവാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ സൈക്കോളജിക്കലി ഭയങ്കര വലിയ ചേഞ്ചാണ്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ഈ കുട്ടീനെ എനിക്ക് ശരിക്കും നോക്കാൻ പറ്റുമോ, ലൈക്ക് എസ്പെഷ്യലി ഫസ്റ്റ് മദർ അല്ല, സെക്കൻഡോ തേർഡോ ഫോർത്ത് പ്രഗ്നൻസി, എത്രാമത്തെ പ്രഗ്നൻസി ആണെങ്കിലും ആ ഒരു ആങ്സൈറ്റി എല്ലാ അമ്മമാർക്ക് നാച്ചുറലി വരുന്നതാണ്. പിന്നെ കുട്ടിയായിട്ട് നമുക്ക് ബോണ്ട് ചെയ്യാൻ പറ്റുമോ, കുട്ടീനെ നമുക്ക് ശരിക്കും നോക്കാൻ പറ്റുമോ, ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ് ലൈക്ക് ലാച്ച് ചെയ്യുന്നുണ്ടാവോ ബേബി ശരിക്കും, പിന്നെ പാല് പ്രൊഡക്ഷൻ ശരിക്കും ആവുന്നുണ്ടോ, നമ്മുടെ ആപ്പിറ്റൈറ്റ് എല്ലാം മാറാണ് നമ്മുടെ ലൈഫിൽ. നമ്മളെല്ലാവരും പറയും പ്രഗ്നൻസി അല്ലെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി ഇറ്റ്സ് സപ്പോസ് ടു ബി ദ ഹാപ്പിയസ്റ്റ് ടൈം പീരിയഡിലെ. നമ്മളൊരു അമ്മയാവാൻ പോവാണ്, നമുക്കൊരു ഫാമിലി ഉണ്ടാവാൻ പോവാണ്, അല്ലെങ്കിൽ ഡെലിവറിക്ക് നമ്മളൊരു അമ്മയായി, നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരു എക്സ്ട്രാ മെമ്പർ വന്നു, ഫുൾ ഓഫ് ഹാപ്പിനെസ് അങ്ങനെയൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിലും ആഫ്റ്റർ ഡെലിവറി അമ്മമാർക്ക് ഹോർമോണലി കുറേ ചേഞ്ചസ് വരുന്നുണ്ട്, സൈക്കോളജിക്കലി കുറേ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും അസ്യൂം ചെയ്യണത് ദാറ്റ് യു ഷുഡ് ബി ഹാപ്പി അല്ലെ, എല്ലാവരും എക്സ്പെക്ട് ചെയ്യണത് അമ്മ ഭയങ്കര ഹാപ്പി ആയിരിക്കാനാണ്. പക്ഷെ കുറേ പേർക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല, അവർക്കൊക്കെ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ബി ഹാപ്പി, പക്ഷെ അവർക്ക് ഹാപ്പി ആവാൻ പറ്റുന്നില്ല. അതപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രശ്നം, എത്രത്തോളം സപ്പോർട്ട് ആ ഫാമിലിയിലുണ്ട്, എത്രത്തോളം ഓപ്പൺ ആയിട്ട് അവർക്കത് ഫാമിലിയോട് പറയാൻ പറ്റുന്നുണ്ട്, ഒക്കെ ഒരു വലിയ ഫാക്ടറാണ്. ഈ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറേ ടെൻഷൻസ് ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു 80% ഓഫ് അമ്മമാർക്ക് വരുന്നതാണ് ഈ ബേബി ബ്ലൂസ്. അപ്പോൾ അവർക്ക് മൂഡ് അത്ര ഹാപ്പി ആവാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അവർക്ക് ലോ മൂഡായിരിക്കും, അവരുടെ മൂഡ് കുറച്ച് ലോ ആയിരിക്കും. അവർക്ക് ഫുഡ് ലൈക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടാവില്ല, അവർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കരച്ചിൽ വരുന്നുണ്ടാവും. എസ്പെഷ്യലി ഇപ്പോൾ എന്താ പറയുക, ലാച്ചിങ് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു പ്രഷർ വരുന്നുണ്ട് ഫാമിലിയിൽ, ഓക്കെ പാല് വരുന്നില്ലല്ലോ, അങ്ങനത്തെ കുറേ ടോക്സ് ഒക്കെ വരുമ്പോൾ സൈക്കോളജിക്കലി നമ്മൾ ആർക്കായാലും അത് എഫക്റ്റ് ചെയ്യും. ആൻഡ് അത് പിന്നെ എന്താ പറയുക, നമുക്ക് ലൈക്ക് ആ ഒരു ഭയങ്കര ഒരു പ്രഷർ ആയിരിക്കും. ഓക്കെ, എങ്ങനെയെങ്കിലും പാല് വരുത്തണം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൈൻഡ് ഓഫ് ആ ഒരു പ്രഷർ വരുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കരച്ചിൽ ഉണ്ടാവുക. പിന്നെ ഉറക്കം ലൈക്ക് വളരെ
ഫ്യൂ അവേഴ്സ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുക, അതിൻ്റെ ടയർഡ്നെസ് ഉണ്ടാവുക, എന്നിട്ട് ബേബിയായിട്ട് നമുക്ക് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഡിപ്രഷൻ പറയുകയാണെങ്കിൽ ഡിപ്രഷനിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സ്, അപ്പോൾ നമുക്ക് ഗിൽറ്റ് ഫീൽ ഉണ്ടാവുക, ഒരു വർത്ത്ലെസ് ഫീൽ, അമ്മയായിട്ടും എനിക്ക് ലൈക്ക് അമ്മയുടെ റോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുക. പക്ഷേ പറയുകയാണെങ്കിൽ 80% അമ്മമാർക്കും ഈ തോട്ട്സ് ഒക്കെ വരും ആഫ്റ്റർ ഡെലിവറി. അതൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫസ്റ്റ് 2 വീക്സിലായിരിക്കും. അതായത് നമ്മൾ ആ ചേഞ്ച് വന്നിട്ട് ആ ചേഞ്ചോട് അഡാപ്റ്റ് ചെയ്യുന്ന ടൈമിൽ, അപ്പോൾ അഡാപ്റ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മൈൻഡിൽ. പക്ഷേ നമ്മുടെ ഈ ഹോർമോൺസ് ഒന്ന് സ്റ്റെബിലൈസ് ആകുമ്പോഴേക്കും, പിന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് കുറച്ചൊന്ന് അഡാപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും അറൌണ്ട് 2 വീക്സ് ആകുമ്പോഴേക്കും ഇതൊക്കെ തനിയേ നോർമലാവും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഇൻ്റർവെൻഷൻസും ആവശ്യമില്ല. മെയിൻ തിങ് ഇസ് സപ്പോർട്ട് ഫ്രം ദ ഫാമിലി, ലൈക്ക് ഫ്രം ഹസ്ബൻഡ്. അപ്പോൾ ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടാവുക, നമ്മുടെ ആ ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഈ ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് വിത്തിൻ 2 വീക്സ് അത് തന്നെ ശരിയാവും. എപ്പോഴാണ് അത് ഇഷ്യൂ ആവണമെന്നുണ്ടെങ്കിൽ ഈ 2 വീക്സ് കഴിഞ്ഞിട്ടും അത് പെർസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, ആൻഡ് അത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക, ലൈക്ക് ബെറ്റർ ആവണതിന് പകരം വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന രീതിയിലേക്ക് നമ്മുടെ ലൈക്ക് മൈൻഡ് പോകേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ പെരിനേറ്റൽ മെൻ്റൽ ഹെൽത്ത് പീരീഡ് എന്താണ്, അവിടെ വരുന്ന എന്തൊക്കെയാണ് ചേഞ്ചസ്, എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രോൺ ആവണേ ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരാൻ, പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ബേബി ബ്ലൂസ് 80% അമ്മമാർക്ക് കാണുന്നതാണ്. അതിനങ്ങനെ ഇൻ്റർവെൻഷൻസ് ഒന്നും ആവശ്യമില്ല, പക്ഷെ വേണ്ടത് സപ്പോർട്ടാണ് ഫ്രം യുവർ ഹസ്ബൻഡ്, പിന്നെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി, ഫ്രണ്ട്സ്, ഈവൻ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായാലും മതി. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിനുശേഷം അടുത്ത വീഡിയോയിൽ നേരത്തെ പറഞ്ഞ ഒരു ICD-11 ക്രൈറ്റീരിയയിൽ 2 സംഭവങ്ങൾ, അതായത് ഒന്നിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് ഒക്കെ, പിന്നെ സൈക്കോസിസ്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.